ഇന്ന് ഒത്തിരി ഭയങ്ങളുടെ നടുക്കാണ് നമ്മൾ ജീവിക്കുന്നത്. കുട്ടികൾക്ക് കുരിശിടുന്നത് ഹ്യൂമിലിയേഷൻ ആകുന്നു. എന്താ കാര്യം? ബുള്ളിയിങ് ഉണ്ടാകുന്നു. കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കളിയാക്കുന്നു, നീ ഇപ്പോഴും കുരിശിട്ട് നടക്കുകയാണോ? വിശ്വാസം അപമാനത്തിൻ്റെ, അവഹേളനത്തിൻ്റെ, പരിഹാസത്തിൻ്റെ വിഷയമാകുന്നൊരു കാലത്ത്, നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറയാൻ നമ്മൾ ഭയക്കുകയും നാണിക്കുകയും ചെയ്യുന്നൊരു കാലത്ത്, കൂടെ കാണുമെന്ന് വിചാരിച്ച കൂട്ടുകാരോ മാതാപിതാക്കളോ ഒന്നും കാണത്തില്ല. ഒറ്റയ്ക്ക് തൻ്റെ ഇടത്തോടെ നിൽക്കേണ്ടി വരും ചില നേരത്ത്. ആരും ഒരു സപ്പോർട്ട് തരത്തില്ല നമ്മുടെ ഫെയ്ത്തിന്. നമ്മളറിഞ്ഞ കർത്താവിനെ ഏറ്റുപറയാൻ നമ്മൾ തന്നെ തൻ്റെ ഇടം ആർജിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവിനെ ഏറ്റുപറഞ്ഞ് തിരിച്ചറിഞ്ഞ ഒരു സമൂഹം എവിടെ നിന്നൊക്കെയോ വരുന്ന തെറ്റായ പ്രബോധനങ്ങളുടെ പുറകെ പോവുകയാണ്. ആ തെറ്റായ പ്രബോധനങ്ങൾ നമ്മളെ എത്തിക്കാൻ പോകുന്നത് ധാർമ്മിക അധപതനത്തിലേക്കും വിശ്വാസം തള്ളിപ്പറയുന്നൊരു ഘട്ടത്തിലേക്കുമാണെന്ന് തിരിച്ചറിയണം. അപ്പോൾ അങ്ങനെ തള്ളിപ്പറഞ്ഞാലുള്ള അപകടം പറയുകയാണ്. ഇനീഷ്യലി ബ്ലസ്ഡ് ആയൊരു സമൂഹം കർത്താവിനെ തള്ളിപ്പറഞ്ഞാൽ നമ്മളതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. വി ആർ പ്രിവിലേജ്ഡ്, വി ആർ ചോസൻ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമുക്ക് എന്തുമാക്കാൻ ലൈസൻസ് ഇല്ല. പാതി വഴിയിൽ വീണു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഗിഫ്റ്റഡ് ആയിട്ടുള്ളവർ, പ്രാർത്ഥനാനുഭവം കിട്ടിയവർ, സ്പിരിച്വലി ഗിഫ്റ്റഡ്, ശ്രദ്ധിക്കണം. നിങ്ങളും തെറ്റായ പ്രബോധനങ്ങളുടെ പുറകെ വീണു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിനക്ക് കിട്ടിയിരിക്കുന്ന സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, നിനക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നീ നന്മയ്ക്കായി ഉപയോഗിച്ചില്ലെങ്കിൽ ഇരുട്ടറകളിലേക്ക് തള്ളപ്പെട്ടു പോകും. നമ്മൾ പറയുന്നുണ്ട്, മാലാഖ വീണു പോയതാണ് പിശാചെന്ന്. മാലാഖ വീണു പോയതാണ്. ഹി വാസ് ഗിഫ്റ്റഡ്, അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു, സ്പെഷ്യലി കർത്താവ് സ്നേഹിച്ചവനായിരുന്നു. പക്ഷെ വീണു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. തിരഞ്ഞെടുക്കപ്പെട്ട, അഭിഷേകം ചെയ്യപ്പെട്ട, കർത്താവ് ഒരുക്കിയ, കൃപ സ്വീകരിച്ച ഒരു ജനം വീണു പോകാതെ യാത്ര ചെയ്യണം. തെറ്റായ പ്രബോധനങ്ങളുടെ പുറകെ പോകാതിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ധ്യാനത്തിലൂടെ യാത്രയിൽ ദൈവിക വെളിപാട്, ഈ തിരിച്ചറിവ് ഏറ്റുപറച്ചിലിന് നമ്മളെ സഹായിക്കും. അതിൻ്റെ പിന്നാലെ ഒറ്റയ്ക്ക് നിൽക്കാൻ തൻ്റെ ഇടം വാങ്ങിച്ചെടുക്കണം. ആരും കൂടെ കാണണമെന്നില്ല. തെറ്റായ പ്രബോധനങ്ങളിലേക്ക് വീഴാതിരിക്കണം. ആരെ ഓർക്കണം? ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ജനത്തെ ഓർക്കണം. വീണുപോയ മാലാഖമാരെ ഓർക്കണം. സോദോം ഗൊമോറയെ ഓർക്കണം. കർത്താവും ദൈവമായ ഈശോ മിശിഹായെ ലഭിച്ച അനുഗ്രഹങ്ങൾ നന്മയായി മാറട്ടെ ഞങ്ങളിൽ. കർത്താവായ ഈശോയെ, ലഭിച്ച അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തൻ്റെ ഇടത്തോടെ വിശ്വാസം ഏറ്റുപറയാൻ ഞങ്ങളെ ശക്തരാക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.